പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുദിനം തിരുവചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് സങ്കീർത്തനത്തിലൂടെ ഒരു ചിന്ത പങ്കുവെച്ച് മുമ്പോട്ട് പോകുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 21 സങ്കീർത്തനം എല്ലാവർക്കും സുപരിചിതമായ ഒരു സങ്കീർത്തനമാണല്ലോ. സ്തോത്രം. സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഞാൻ ഈ ഭാഗത്ത് ഇങ്ങനെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പറ്റം ആടുകൾ തൻ്റെ ഇടയനെ കുറിച്ച് സംസാരിച്ച് മുമ്പോട്ട് കടന്നു പോവുകയാണ്. ഈ ആടുകൾ പരസ്പരം സംസാരിച്ച് യാത്ര ചെയ്യുകയാണ്. നമുക്കറിയാം, യാത്ര ചെയ്യുമ്പോൾ സംസാരിച്ച് യാത്ര ചെയ്താൽ ദൂരം നമ്മൾ അറിയത്തേയില്ല. എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാം. സ്തോത്രം. ഇവിടെ ആടുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരാട് തൻ്റെ ഇടയനെ കുറിച്ച് പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. രണ്ടാമത്തെ വാക്യത്തിൽ, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് എന്നെ നടത്തുന്നു, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതി പാതകളിൽ നടത്തുന്നു. ഇങ്ങനെ പറഞ്ഞു വരികയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. തൻ്റെ കാര്യങ്ങൾ, തൻ്റെ ഇടയനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടെയുള്ള ആടുകളോട് സംസാരിച്ചു വരികയാണ്. സ്തോത്രം. നാമും നമ്മുടെ കർത്താവിനെ കുറിച്ച് പലപ്പോഴും നമ്മുടെ കുടുംബത്തിലുള്ളവരോടോ സ്നേഹിതരോടോ സുഹൃത്തുക്കളോടോ നമ്മുടെ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നവരോടെല്ലാം നമ്മൾ പങ്കുവെച്ച് മുമ്പോട്ട് പോകാറില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. നമ്മുടെ കർത്താവ് നല്ലവനാണെന്നും, നമ്മുടെ കർത്താവ് സൗഖ്യദായകനാണെന്നും, നമ്മുടെ കർത്താവ് ലോകരക്ഷിതാവാണെന്നും, സകല മനുഷ്യൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി കാൽവറിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നുവെന്നുമെല്ലാം നാം പറഞ്ഞ് മുമ്പോട്ട് പോകാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ യാത്രകളിൽ, നമ്മുടെ വിശ്വാസ യാത്രയിൽ ഒരു പക്ഷേ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഇവിടെ ഈ ആട് വലിയൊരു പ്രതിസന്ധിയിലേക്ക് എത്തി നിൽക്കുകയാണ്. 4-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ഈ ആട് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കൂരിരുൾ താഴ്വരയില്ല. പലപ്പോഴും നാം ഒറ്റപ്പെട്ടു പോകുന്നതും ഈ ഒരു അനുഭവത്തിലല്ലേ? സ്തോത്രം. നാം തനിച്ചാകുമ്പോൾ, നമ്മുടെ അനുഭവം കൂരിരുൾ താഴ്വരയുടെ അനുഭവത്തിലാകുമ്പോൾ നമുക്ക് ചുറ്റും അതുവരെ യാത്ര ചെയ്തവർ ഒരുപക്ഷെ കണ്ടെന്നിരിക്കില്ല. നമ്മുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചവർ ഒരുപക്ഷെ ആ സമയം നമ്മുടെ കൂടെ ഉണ്ടെന്നിരിക്കില്ല. സാന്ദർഭികവശാൽ പലരും നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോഴും ഇവിടെ ഈ ആട് പറയുകയാ, സ്തോത്രം, ഞാൻ കൂരിരുൾ താഴ്വരയിലൂടെ നടന്നു, ഞാനൊരു അനർത്ഥത്തെയും ഭയപ്പെട്ടില്ല. കാരണം എന്താ? കാരണം ആ കൂരിരുൾ താഴ്വരയുടെ അനുഭവത്തിൽ നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. അതുവരെ ആടുകളോട് പരിചയപ്പെടുത്തിയ ഇടയൻ ആ സ്ഥലത്തില്ലായിരുന്നു എന്ന് ചിന്തിക്കാം. എന്നാൽ ഈ ആൾ ഒറ്റപ്പെട്ടപ്പോൾ, കൂരിരുൾ താഴ്വരയുടെ അനുഭവത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ ആര് വന്നു? തൻ്റെ ഇടയൻ വന്നു. പ്രിയപ്പെട്ടവരെ, നാമും നമ്മുടെ പ്രയാസങ്ങളുടെ നടുവിൽ, നമ്മുടെ ഒറ്റപ്പെടലുകളുടെ നടുവിൽ, ഒരു പക്ഷേ നമ്മുടെ കൂടെ ആരും സഹായത്തിനില്ലെങ്കിലും നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാം നമ്മുടെ കർത്താവിനെ പലരോടും പറഞ്ഞ് പലരോടും പരിചയപ്പെടുത്തി പലർക്കും ആ കർത്താവിൻ്റെ രക്ഷ സന്ദേശം നമ്മൾ നൽകി പോകുന്ന ആ സന്തോഷമായ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും എപ്പോഴെല്ലാമോ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒറ്റയ്ക്കായി പോയിട്ടുണ്ട്, തനിച്ചായി പോയിട്ടുണ്ട്, കൂരിൽ താഴെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ അവിടെ ഒരനർത്ഥവും ഭയപ്പെടേണ്ടി വരത്തില്ല. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒരനർത്ഥവും ഭയപ്പെടേണ്ടി വരത്തില്ല. നീ ഒറ്റപ്പെട്ടു പോയോ? നീ തനിച്ചായി പോയോ? നീ പ്രതിസന്ധിയിലായിപ്പോയോ? കർത്താവ് കൂടെ ഉണ്ട് കേട്ടോ. അവിടെ പറയുന്നു, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. 5-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. അതുവരെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാ, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ, സ്തോത്രം എന്നെല്ലാം പറഞ്ഞ് ആടുകളോട് പരിചയപ്പെടുത്തി പോവുക. എന്നാൽ ഒറ്റയ്ക്കായപ്പോൾ ആരും കൂടെ ഇല്ലാതിരുന്ന സമയത്ത് ആ കർത്താവ് ഇറങ്ങി വന്നു. എന്നിട്ട് പറയുക, ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. 6-ാമത്തെ വാക്യം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. പ്രിയപ്പെട്ടവരെ, ഈ പകലിൽ ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈ കൂരിരുൾ താഴ്വരയിലും ഒറ്റപ്പെടുത്താതെ കൂടെ ഇരുന്ന് ധൈര്യം പകർന്ന്
സാഹചര്യങ്ങൾ, അവസ്ഥകൾ, രോഗമായിക്കൊള്ളട്ടെ, സാമ്പത്തിക പ്രയാസങ്ങളായിക്കൊള്ളട്ടെ, ഏതാണോ തനിച്ചാക്കിയത്, ഏതാണോ ഒറ്റപ്പെടുത്തിയത്, ഏതാണോ മറ്റുള്ളവരിൽ നിന്നും നമ്മെ തള്ളിക്കളഞ്ഞത്, സ്വർഗത്തിലെ ദൈവം കൂടെയുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. സ്തോത്രം. ഇന്ന് ഈ ലോകത്തിൽ പലരും ഈ നന്മയ്ക്കും ഈ കരുണയ്ക്കും പുറകിൽ ഓടുക. എന്നാൽ വചനം പറയുന്നു, നീ ഓടണ്ട കേട്ടോ, എനിക്കിനി ഓടേണ്ട വരത്തില്ല കേട്ടോ, കാരണം എന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുക. ഒടുവിലായി പറയുന്നു, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നോക്കിക്കേ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഒരു പറ്റം ആടുകളുടെ കാര്യം. ഈ ഒരു പറ്റം ആടുകൾ ഇതിൽ കേൾക്കാനുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ പ്രസംഗം കേൾക്കാൻ ഒരുപാട് പേരുണ്ടായിരിക്കാം, നിങ്ങളെ കേൾക്കാൻ ഒരുപാട് പേര് കണ്ടിരിക്കാം. വചനം കേൾക്കുന്ന ദൈവദാസന്മാരെ, നമ്മളെ കേൾക്കാൻ ഒരുപാട് പേരുണ്ടായിരിക്കാം. പക്ഷേ നാം ഒറ്റയ്ക്കായി പോയാൽ ശുശ്രൂഷയിൽ ക്ഷീണിച്ചു പോകരുതേ, മടുത്തു പോകരുതേ. ശുശ്രൂഷ കർത്താവ് ഏൽപ്പിച്ചതാ. നമ്മുടെ ശ്രേഷ്ഠ ഇടയൻ നമ്മോട് കൂടെയുണ്ട്. നമ്മളെ തള്ളിക്കളയാതെ, നമ്മളെ ഒറ്റപ്പെടുത്താതെ, ഏതൊരു കൂരിരുളിൻ്റെ അവസ്ഥയിൽ വന്നാലും, ഏത് മരണത്താഴ്വരുടെ കടന്നു പോയാലും നമ്മളെ സൗഖ്യമാക്കി നമ്മളെ നിർത്തുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ രോഗികളായി കിടക്കയിലായിരിക്കാം. പ്രിയരെ, നിങ്ങളുടെ ഈ രോഗക്കിടക്ക നിങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ടില്ലേ? പലരും നിങ്ങൾ ആരോഗ്യവാനായിരുന്നപ്പോൾ നിങ്ങളുടെ കൂടെ ഇരുന്നില്ലേ? ഇന്ന് രോഗക്കിടക്കയിൽ നിങ്ങൾ ഒറ്റയ്ക്കായി പോയോ? നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധിയിൽ നിങ്ങൾ ഒറ്റയ്ക്കായി പോയോ? കർത്താവ് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അരുമനാഥൻ നിങ്ങളുടെ കൂടെയുണ്ട്. ആ കർത്താവ് ഹല്ലേലൂയ വിളിച്ചപേക്ഷിക്കുന്ന ഒരുവനെയും ഉപേക്ഷിക്കാത്തൊരു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം ഏവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹല്ലേലൂയ.